KPCCയുടെയും UDFിന്റെയും രാഷ്ട്രീയ നിലപാട് നിശ്ചയിക്കുന്നത് കനകോലുവാണെന്ന് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. കനകോലു കൊടുക്കുന്ന ക്യാപ്സ്യൂൾ മാത്രമാണ് SDPI LDF ബന്ധമെന്ന ആരോപണമെന്നും MA ബേബി. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ്, മാരിനേറ്റ്, കോട്ട് ആൻഡ് ഫ്രൈ, ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. Try it now. ഇപ്പോൾ KPCCയും UDFും അവരുടെ രാഷ്ട്രീയ പ്രചരണ വാദങ്ങൾ, ആഖ്യാനങ്ങൾ അത് അവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ടല്ല. അതിന് കരാർ പണി കൊടുത്തിരിക്കുകയാണ്. ഔട്ട്സോഴ്സിങ് എന്ന് പറയുമല്ലോ. അതെല്ലാവർക്കും നിങ്ങൾക്കെല്ലാം അറിയാം. ഒരാളുടെ പേര് കനകോലു എന്ന് പറയുന്ന ഒരാളുടെ പേര് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓരോ സംഭവവികാസങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘമുണ്ട്. അതിന് വാർ റൂം എന്നൊക്കെ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അവരാണ് തയ്യാറാക്കുന്നത്. ഇദ്ദേഹം നേരത്തെ 2014 തന്നെ പ്രസിദ്ധനാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രതിഭാസത്തെ അണിയിച്ചൊരുക്കി കള്ള വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നരേന്ദ്രമോദിക്കും BJPക്ക് വോട്ട് നേടിക്കൊടുക്കുന്ന പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട പങ്ക്, പ്രശാന്ത് കിഷോറിനൊപ്പം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ഈ കനകോലു. അദ്ദേഹം കൊടുക്കുന്ന ക്യാപ്സൂളുകളാണ് ഇവർ പറയുന്നതും ഇവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കൊണ്ടുകൂടി അത് പറയുകയാണ്. നേരത്തെ പറഞ്ഞത് BJPയുമായിട്ട് ഡീലുണ്ട് CPMനെന്നാണ്. അത് ശ്രീ രാഹുൽ ഗാന്ധിയെ കൊണ്ടും ശ്രീ മല്ലികാർജുൻ ഖാർഗെയെ കൊണ്ടും ഇവർ പറയിച്ചു. കേരളത്തിലെ രമേശ് ചെന്നിത്തല എൻ്റെ സുഹൃത്താണ്. അവരെല്ലാം ഇത്തരത്തിൽ കനകോലു പറഞ്ഞു കൊടുക്കുന്നത് പറയുന്നത് എനിക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷെ അവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കുറിച്ച് ഇതുപോലുള്ള അബദ്ധങ്ങൾ, ആദ്യം പറഞ്ഞ അബദ്ധം BJPയുമായിട്ട് ഡീലുണ്ടെന്നാണ്. BJPയുമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ആദ്യം ഡീലുണ്ടാക്കിയത് 1960-ലാണ്. പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആരെ തോൽപ്പിക്കാൻ? EMSനെ തോൽപ്പിക്കാൻ വേണ്ടി 1960 തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ടാക്കി. 1971 തെരഞ്ഞെടുപ്പിൽ AKജിയെ തോൽപ്പിക്കാൻ ഈ രമേശ് ചെന്നിത്തലയുടെ മുൻഗാമികൾ ആർക്കാ വോട്ടഭ്യർത്ഥിച്ച്? പാലക്കാട് RSSൻ്റെ കാര്യവാഹക് ഒരു ഗോവിന്ദൻ. ഇതാണ് ചരിത്രം. ഏറ്റവും ഒടുവിൽ കേരള നിയമസഭയിൽ BJPയുടെ അക്കൗണ്ട് തുറപ്പിച്ചതാരാ? SDPയെ കുറിച്ചാണ് ചോദിച്ചത്. പക്ഷേ BJPയെക്കുറിച്ച് പറയാനുള്ള അവസരമായിട്ട് ഞാനത് ഉപയോഗിക്കുകയാണ്. SDPയിലേക്ക് വരാം. അപ്പം അക്കൗണ്ട് തുറപ്പിച്ചത് കോൺഗ്രസ് BJP ഡീലാണ് നേമത്ത്. ആ അക്കൗണ്ട് പൂട്ടിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സഹ പിണറായി വിജയനാണത് പ്രഖ്യാപിച്ചത്, മുഖ്യമന്ത്രി. ആ ഡീല് ഞങ്ങൾ പൂട്ടിക്കാൻ പോവുകയാണ്. അത് പൂട്ടിയത് ശിവൻകുട്ടിയാണ്. ഇപ്പോൾ ലോക്സഭയിലേക്ക് ഒരാൾ പോയത് എങ്ങനെയാണ്? കേരളത്തിൽ നിന്ന്. അതും വ്യക്തമാണ്. ആ കണക്ക് ഞാൻ നിയമം മോഡലിലാണ്. ഇപ്പോൾ SDPയെ കുറിച്ച് പറയും. SDPI എന്ന് പറയുന്നത് RSSൻ്റെ ഉൽപ്പന്നമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി RSS നടത്തുന്ന ഭീകരമായ അക്രമ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനും മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കാനും RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിനെ നേരിടണമെങ്കിൽ നമ്മളും RSSനെ പോലെ സംഘടിക്കണം എന്ന ബോധത്തിലേക്ക് ന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് SDPI ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വവും RSSനാണ് എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് SDPIക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യവും സംരക്ഷിക്കാൻ, മതനിരപേക്ഷതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ RSSൻ്റെ മാതൃകയിൽ അക്രമാസക്തമായിട്ടൊരു സായുധ സംഘം ഉണ്ടാക്കുകയല്ല വേണ്ടത്. SDPIൻ്റെ നിലപാട് തിരുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. SDPയുടേതായ കാരണങ്ങളാൽ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനറിയുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു സീറ്റിൽ SDPI സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിക്കാൻ തീരുമാനിച്ചത് UDFിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ SDPയുടെ വക്താക്കൾ പറഞ്ഞത് ഞാൻ വായിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഇനിയും തീരുമാനിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ സുഹൃത്ത് ശ്രീ രമേശ് ചെന്നിത്തല മെനിഞ്ഞാന്ന്
BJPയുമായിട്ടാണ് ഡീല്, CPMനും LDFനും എന്ന് പറയുന്നു. ഇപ്പോൾ SDPIയുമായിട്ടാണ് ഡീല് എന്ന് പറയുന്നു. അവർക്ക് പരിചിതമായൊരു ഭാഷയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഏതോ നേതാക്കന്മാർ ഹരിയാനയിൽ നിന്നോ മറ്റോ തുച്ഛമായ എന്തോ തുക 7-8 കോടി രൂപ വാങ്ങിയത് സംബന്ധിച്ച് വരുന്നുണ്ട്.